ഒന്ന് ഉറപ്പിച്ച് മുന്നോട്ടേക്ക് കടന്നു വരുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. Oh Lord, I love you. I give you glory. Thank you. പ്രിയ സഹോദരങ്ങളെ, ഈ സെക്ഷന് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിൽ നമ്മളെ സഹായിച്ചാനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹോളിൽ ശബ്ദ കാഴ്ച വരുന്നതിലായിരിക്കുന്ന ഏവർക്കും നന്ദി അറിയിക്കുകയാണ്, വന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് സെക്ഷനിൽ കടന്നു വരാതെ സെക്കൻഡ് സെക്ഷനിൽ കടന്നു വന്ന അവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഒരു മോളെ ഞാനിവിടെ കാണുന്നു, പണ്ട് കണ്ടൊരു പരിചയം ആ മുഖത്തുണ്ട്. ഗ്ലോറി. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ജോഷിക്കും കടന്നു വരാൻ ദൈവം സഹായിച്ചു, ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ചിന്തിക്കാൻ തുടങ്ങിയത് നോ അവർ ഐഡന്റിറ്റി ഇൻ ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടിപ്പിൽ നമ്മളുടെ ഐഡന്റിറ്റി എന്താന്ന് തിരിച്ചറിയുക. നമ്മുടെ ഐഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതാണ് നമ്മുടെ ബലം. ഐഡി തിരിച്ചറിഞ്ഞു, ഞാൻ ആരാണെന്നുള്ള ബോധം. അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം എക്സാമ്പിൾ, നിങ്ങളൊരു സാധാരണ വ്യക്തിയായിട്ട് ജോലിയും പണിയൊന്നും ഇല്ലാതെ, നമ്മുടെ നാട്ടിൽ ധാരാളം പേരുണ്ടല്ലോ, ആൺപിള്ളേരെ പണിയൊന്നുമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കലിങ്ങിൻ്റെ പക്കത്തും അവിടെയൊക്കെ ഇരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്കിയേ. അപ്പോഴാരോ വന്ന് പറഞ്ഞു, എടാ SI സെലക്ഷനിൽ നിനക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു. ആണോ? ഇപ്പൊ നിങ്ങൾ ചെന്ന് കറക്റ്റ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം അവരെ യൂണിഫോമൊക്കെ ഇട്ട ആ യൂണിഫോമൊക്കെ ഇട്ട് നിങ്ങളങ്ങ് പോകുമ്പോൾ ആ മൈൻഡ് സെറ്റ് നോക്കിയേ. ആ കലിങ്കയിൽ ഇരുന്നുള്ള മൈൻഡ് സെറ്റാണോ? സംഭവം മാറി. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ആൾ മാറി. പിടുത്തം കിട്ടിയോ? ഇതേപോലെ ഇനി നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ആൾ മാറണം. ഹല്ലേലൂയ. ഇതാ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നടന്നു. യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ യോഹന്നാൻ 6:42 യഹൂദന്മാർ പറയുന്നു, ഇവൻ ഒരു തച്ചന്റെ മോനല്ലേ, ഇവൻ ജോസഫിന്റെ മോനല്ലേ, മേരിയുടെ മോനല്ലേ, പിന്നെ ഇവൻ ഇവിടുന്ന് പറയുന്നത് എന്തുവാ, ഞാൻ സ്വർഗത്തിൽ നിന്നാക്കിയാ വന്നേക്കണെന്നൊക്കെ. ഇത് വട്ടുണ്ടോ എന്ന തലത്തിലാണ് ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുക. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മകൻ. ചുറ്റുമുള്ളവർ പറയുന്നു, നീ ജോസഫിന്റെ മകൻ. മനുഷ്യന്റെ മകനും ദൈവത്തിന്റെ മകനും. ചുറ്റുമുള്ളവർ മനുഷ്യന്റെ മകനായിട്ട് അംഗീകരിക്കും. എന്നാൽ യേശു പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മകൻ. മോനെ നീ പറയുന്നു നീ മനുഷ്യന്റെ മകൻ. എന്നാൽ ദൈവത്തിന്റെ വചനം നിന്നെ കുറിച്ച് പറയുന്നു, നീ ദൈവത്തിന്റെ മകൻ. നീ ഏതിൽ നിൽക്കൂ എന്നുള്ളതാണ് വിഷയം. അതനുസരിച്ചിരിക്കും നിന്റെ റിസൾട്ട് വരുന്നത്. വായിച്ചേ യോഹന്നാൻ 6:42. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ ഇവരെ ചിന്തിക്കുന്നത്, ഇവൻ ജോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? യേശു ആണ് ജഡരൂപി. ജഡരൂപിയാണ് യേശു. 33.5 വർഷക്കാലം ജഡരൂപത്തിൽ. യേശു അല്ലയോ? അപ്പോൾ എൻ്റെ പ്രിയ മോനെ, പ്രിയ മോളെ, നിങ്ങൾ തിരിച്ചറിയണം, യേശു കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ച നിന്നെ ഇനി ജഡരൂപിയായല്ല കാണേണ്ടേ. നിന്നെ ഇനി നീ ആത്മരൂപിയായ ക്രിസ്തുവിൻ തലമുറയായി നീ കാണണം. നിന്നെ മനസ്സിലായോ? ക്രിസ്തുവിൻ തലമുറയായി നീ നിന്നെ കാണണം. പക്ഷെ നീ നോക്കുമ്പോ നീ ജഡരൂപിയാ, ജോസഫിന്റെ മോനാ.
അല്ലെങ്കിൽ പാപ്പച്ചൻ്റെ മോന, അല്ലെങ്കിൽ അലക്സാണ്ടറുടെ മോള. അത് ജഡത്തിൽ. പക്ഷെ നീ ആത്മാവിൽ നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് ജഡ കുടുംബത്തിലേക്ക് പോകാനല്ല, ആത്മകുടുംബമായ ദൈവരാജ്യത്തിലേക്ക് പോകാനാണ്. ദൈവത്തോടൊപ്പം താമസിക്കാനാണ് ഇൻവിറ്റേഷൻ സുവിശേഷത്തിൽ. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ആലയത്തിൽ നിന്ന് മാറി വേറെ ആലയത്തിൽ വന്ന് കുറച്ച് ദിവസം കൈയടിച്ച് പാട്ടുപാടി അവസാനിപ്പിക്കാനല്ലത്. ഇത് നിത്യമായി ദൈവ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മകനായി ജീവിക്കാനുള്ളതാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിയണം. ഈ ഇൻവിറ്റേഷൻ നിങ്ങൾ തിരിച്ചറിയുക, ബാക്കിയെല്ലാം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുക. ബാക്കി നിങ്ങൾക്ക് വേണ്ടതൊക്കെ അതിനോട് ചേർത്ത് നൽകപ്പെടും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വ്യക്തതയോടെ യേശു പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വന്നത്. ഇവര് പറയുന്ന, ഇതാ നീ യോസഫിന്റെ മോന. ഇനിയും വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു വ്യക്തതയോടെ പറയുന്നുണ്ട്, നിങ്ങൾ കീഴിലുള്ള ആളുകളാ. ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുകയാണ് ഇവിടെ. നിങ്ങൾ കീഴിൽ നിന്നുള്ളവനാ, പക്ഷെ ഞാൻ കീഴിൽ നിന്നുള്ള ആളല്ല, ഞാൻ മോളിൽ നിന്നുള്ള ആളാ. ഹല്ലേലൂയ. മോളിൽ നിന്ന് എന്തിനാ വന്നേ കീഴിലേക്ക്? കീഴിലുള്ളവരെ മുകളിലേക്ക് ഉണ്ടാകാനാ. നമ്മളുടെ ഐഡന്റിറ്റി മാറ്റാൻ കൊണ്ടുപോകും വരുവാ. മനസ്സിലാവുന്നുണ്ടോ? അതിനെ എന്നെ ഇറക്കി വിട്ടേക്കണേ. ഞാൻ ചുമ്മാ കയറി വന്നൊന്നുമല്ല, എന്നെ അയച്ചിട്ടാ ഞാൻ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മൂവ്മെന്റിന്റെ ആരംഭം സ്വർഗീയ പിതാവാണ്. ഞാനല്ല ആരംഭം, എൻ്റെ സ്വർഗീയ പിതാവാണ് എൻ്റെ മൂവ്മെന്റിന്റെ ആരംഭം. ഹല്ലേലൂയ. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഹല്ലേലൂയ. അപ്പോ യേശു പറയാണ് അവർ തർക്കിക്കുന്നവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാ, ഭൂമിയിൽ നിന്നുള്ളവരാ. അതെ, അതല്ലേ സ്ത്രീയിൽ നിന്നുള്ള ജനനം. കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, അതാണ് ഈ ഭൂമിയിലുള്ളത്. ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്, അതാണ് നമ്മുടെ പുതിയ സൃഷ്ടിയിലെ നമ്മുടെ പൗരത്വം, സ്വർഗത്തിലെ പൗരത്വം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ജഡത്താൽ ജനിച്ചതിനെ ഫോക്കസ് ചെയ്താണ് പോണെങ്കിൽ നമുക്ക് ഒരു ഗുണവും ഇല്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. ആ ഒരു ജീവിത ശൈലിയിലാണോ നീ മരിച്ചു പോകും. എന്നാൽ അപ്പൊ ഇനി തലം മാറി ചവിട്ടണം. ഹല്ലേലൂയ. നമ്മുടെ വിളി മനസ്സിലാക്കണം. നമ്മളെ ആരാകാനാ വിളിച്ചേക്കണേ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ. ഇത് മറന്നു പോകരുത്. നാം ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ആരുടെ മക്കളായിട്ട് ജനിച്ചേ? മനുഷ്യ മക്കളായിട്ട്. ഇവിടുന്ന് പോകുമ്പോൾ ആരായിട്ട് പോകണം? ദൈവമക്കളായിട്ട്. ഈ ഭൂമിയിൽ ജഡരൂപിയായിട്ട് വന്നു, ഇവിടുന്ന് പോകുമ്പോൾ ആത്മരൂപിയായിട്ട് പോണം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ളവർ. ഞാൻ ഈ ലോകത്തു നിന്നുള്ള ആളെ അല്ല, ഞാൻ സ്വർഗത്തു നിന്നുള്ള ആളാ. ഹല്ലേലൂയ. കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ ഒരാൾ ഇതുവരെയും കണ്ടിട്ടില്ല. അവരുടെ ഐഡിയയിൽ ഇതാ നസ്രത്തിലെ ജോസഫിനെയും മേരിക്കും ഉണ്ടായ മോന. അവർക്ക് അതൊക്കെ അറിയാവുന്നേ. മനസ്സിലായോ? ചെറുപ്പത്തിലെ പള്ളി കൊണ്ടുവന്നിട്ടുള്ള ആളാ ഇയാള് പറയാൻ സ്വർഗത്തിൽ നിന്നാ വന്നേക്കണേന്ന്. ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഈ യേശുവാണ് ദൈവപുത്രൻ എന്ന് നീ വിശ്വസിക്കണം. ഈ ജഡരൂപിയാണ് ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് ഈ കണക്ഷനിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്. യേശു എന്ന് പറയുന്നത് മനുഷ്യപുത്രനാണ്, ജഡരൂപിയാണ്. അപ്പൊ യേശു തന്നെ ക്രിസ്തു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നാം ആ യേശുവിനെ ആരായിട്ട് അംഗീകരിക്കുന്നേ? ക്രിസ്തുവായിട്ട്, ദൈവപുത്രനായിട്ട് നാം അംഗീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ആരംഭിക്കുകയായി, ആത്മാവിൽ ആരംഭിക്കുകയായി. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ മാറുകയായി, നമ്മളുടെ രൂപം മാറുകയായി. ഈ രൂപമാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവപുത്രനെ നിങ്ങളിൽ എക്സസൈസ് ചെയ്യാം. ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഈ രൂപമാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ദൈവപുത്രനെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുവാനായിട്ട് പറ്റും. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ.
ശ്രദ്ധിച്ചേ, ഇവിടെ യേശുവിനെ ഇവരിങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാക്കിയപ്പോ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 61 വാക്യത്തില് മഹാപുരോഹിത വർഗത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശുവിനോടാ ചോദിക്കുന്നേ, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? യേശുവോട് ചോദിക്കുകയാണ്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണോ? അവര് ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുക. ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ വന്ധ്യനായവന്റെ പുത്രന്റെ പേരെന്താ? ക്രിസ്തു. ആ ക്രിസ്തുവാണ് മിശിഹ രാജാവ്. ഹല്ലേലൂയ. വായിച്ചേ മാർക്കോസ് 14:61. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? അപ്പൊ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചാൽ അന്നത്തെ മഹാപുരോഹിതന്മാർക്ക് എന്തറിയാം? വന്ധ്യനായവന്റെ പുത്രനാണ് ക്രിസ്തു. അതാണോ എന്ന് ചോദിക്കുക. അപ്പൊ യേശു അവരോട് മറുപടി പറയുകയാണ്. താഴേക്ക്, ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പൊ ഇവിടെ പറയാണ്, ഞാനാകുന്നു. നീ ആണോ? അതെ, ഞാനാണ് ക്രിസ്തു. ആര്? വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണ് ഞാൻ. ഇനി ഈ മനുഷ്യപുത്രനായി വന്നിരിക്കുന്ന ഞാന് സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നത് നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുക. മനസ്സിലായോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡർ ഓഫ് ദ യൂണിവേഴ്സ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമ്മൾ വളരെ വ്യക്തതയോടെ ഇത് തിരിച്ചറിയണം. ഈ രണ്ട് പേരുകൾ നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയുക. യേശു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വന്ന ജഡരൂപിയാണ്. എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ജഡരൂപിയുടെ ഉള്ളിലുള്ള ആത്മരൂപിയായ ദൈവപുത്രനാണ്. അപ്പൊ ഈ യേശു ഈ ക്രിസ്തുവാണെന്ന്, അല്ലെങ്കിൽ യേശു ദൈവപുത്രനാണെന്ന് നാം വിശ്വസിച്ചാൽ ദൈവവചനം പറയുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കും. നമ്മൾ ട്രാൻസിഷനിലേക്ക് പോവുക. പിന്നെ എങ്ങോട്ടേക്കാ? ആത്മരൂപത്തിലേക്ക് മാറുക. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയുക. പഴയതിനെ വിട്ട് പുതിയതിനെ ധരിക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കണക്ഷൻ നമ്മൾ തിരിച്ചറിയണം. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് സകലത്തിൻ്റെയും ആരംഭമാണ്. ഹല്ലേലൂയ. ആ ആരംഭമായ പിതാവ് സകലതും ആരംഭിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നമ്മൾ ആരംഭിക്കുന്നതും ഈ പുത്രനായ ക്രിസ്തുവിലാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമ്മളവിടെ കൺഫ്യൂഷൻ ആവും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വചനമാണ്, നാം ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. പെടുത്താൻ കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ ഈ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ദൈവവുമായി കണക്ട് ആകുന്നത്. 1 Corinthians 3:23 വായിച്ചു. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. നിങ്ങൾ, അതായത് നമ്മൾ ആർക്കുള്ളത്? ക്രിസ്തു ആരാ? ദൈവപുത്രൻ, മോളിൽ നിന്ന് വന്നവൻ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ സ്വർഗസ്ഥ പിതാവിനെ കൊണ്ട് ക്രിസ്തുവിനെ ക്യാൻസൽ ചെയ്യരുത്, ക്രിസ്തുവിനെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ ക്യാൻസൽ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പൊ യഹൂദന്മാരെ പോലെ യേശു ക്രിസ്തുവിനെ ഒരു ജഡരൂപിയായി മനുഷ്യനായി മാത്രം മാറ്റുകയും ചെയ്യരുത്. ക്രിസ്തുവിനെ കൊണ്ടുപോയി അത്യുന്നതനായ പിതാവിന്റെ അടുക്ക വെച്ച് പിതാവിനെ ഒഴിവാക്കുകയും ചെയ്യരുത്. ആ കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം. നാം ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു
അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നത ദൈവത്തിന്റെ മകനാണ്. ഈ മകനിലൂടെയാണ് ദൈവം സകലതും സൃഷ്ടിച്ചതും ഈ മകനിലൂടെയാണ് സകലതും പരിപാലിക്കുന്നതും. മകൻ സകലത്തിൻ്റെയും രാജാവാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്ട്രക്ചർ ഈ ഒരു രീതിയിലാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തു ശരീരവും ദൈവം തലയുമാണ്. ഇതാണ് കൊളോസ്യ ലേഖനം 2:9 ഫസ്റ്റ് കൊരിന്ത്യർ 11:3. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നാം മനസ്സിലാക്കണം. എന്തിനാ നാം മനസ്സിലാക്കണേ? നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാൻ പോവാണ്. നമ്മുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ എക്സർസൈസ് ചെയ്താൽ കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാവും. നമുക്ക് നമ്മുടെ ആ പൗരത്വം എക്സർസൈസ് ചെയ്യാനായിട്ട് പറ്റും. വായിച്ചോ. കൊലോസ്യർ 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതാ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹം ശരീരരൂപമായി വസിക്കുന്നത്. എങ്ങനെയാ വസിക്കണേ? ദേഹരൂപം, ശരീരരൂപം, ബോഡിലി ഫോം. ഹല്ലേലൂയ. ഇനി അപ്പൊ നിങ്ങളിത് മറന്നു പോകരുത്. ദൈവത്തിന്റെ സർവസമ്പൂർണത എവിടെ വസിക്കുന്നേ? ദേഹരൂപമായി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പിക്ചർ മെസ്സേജ് ആണ്. വോയിസ് മെസ്സേജ് അല്ല. വോയിസ് ഉണ്ടെങ്കിലും പിക്ചർ മെസ്സേജ് ആണ്. പിക്ചർ മെസ്സേജിന്റെ പ്രത്യേകത 1000 വോയിസ് മെസ്സേജിനേക്കാൾ ഒരു പിക്ചർ മെസ്സേജിന് പവറാ. പെട്ടെന്നകത്തേക്ക് കയറി പോകും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഒക്കെ ഓൾമോസ്റ്റ് പിക്ചർ മെസ്സേജുകളാണ്. ദൈവം കാണിച്ചു കൊടുക്കുന്നത് പിക്ചർ മെസ്സേജ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു തലം നമ്മൾ തിരിച്ചറിഞ്ഞാണ്. ഫസ്റ്റ് കൊരിന്ത്യർ 11:3 കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ക്രിസ്തുവിന്റെ തല ദൈവം. കൊളോസ്യർ 2:9 എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ ശരീരം ക്രിസ്തു. ഹല്ലേലൂയ. വായിച്ചേ. 1 കൊരിന്ത്യർ 11:3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ക്രിസ്തുവിന്റെ തല ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ തല ദൈവം, ദൈവത്തിന്റെ ശരീരം ക്രിസ്തു. അത് നമ്മൾ കൊളോസ്യർ 2:9 പഠിച്ച ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപ ശരീരരൂപത്തിൽ എവിടെ വസിക്കുന്നു? ക്രിസ്തുവിൽ വസിക്കുന്നു. ഇവിടെ പറയുന്നു ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോർഡ് ഐ ലവ് യു. ഇതാ ഒരു ബോഡി ഇവിടെ കാണാം. ഒരു ഹ്യൂമൻ ബോഡിയെ കാണിച്ചിരിക്കുന്നത്. ഈ ബോഡിയിൽ ഈ തല എന്ന് പറയുന്നത് ഗോഡ് ദ ഫാദർ. ഈ ബോഡിയിലെ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തു. അവൾ പിക്ചർ രൂപത്തിൽ പഠിക്കുക പെട്ടെന്ന്. ഹല്ലേലൂയ. പിതാവ് വേറെ, പുത്രൻ വേറെ, ഒക്കെ വേറെ വേറെയാ. പക്ഷേ ഇതെല്ലാം വൺ ബോഡി സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഈ റൂളിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാലോ. മോദി മന്ത്രിസഭ, മോദി ഹെഡ് അല്ലേ? ഏകദേശം 70-71 മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവർ ബോഡി. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ മോദിയുടെ ബോഡി എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി അല്ല അത്, പക്ഷെ മോദിയുടെ മന്ത്രിസഭയുടെ ബോഡിയാണത്. മനസ്സിലായോ? മോദിയുടെ ചിന്തകളെ നടപ്പിലാക്കുന്ന ക്യാബിനറ്റ് ആണത്. പിടുത്തം കിട്ടിയോ? ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് തല, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ചിന്തകളെ നടപ്പിലാക്കുന്ന ബോഡിയാണ് ക്രിസ്തു. പിടുത്തം കിട്ടിയോ? അതുകൊണ്ടാണ് മുഖാന്തരം എന്ന് പറയുന്നത്. ക്രിസ്തു മുഖാന്തരം സകലതും സൃഷ്ടിച്ചു. മനസ്സിലായോ? തല സകലതും ക്രിസ്തു മുഖാന്തരം, വചനം മുഖാന്തരം സൃഷ്ടിച്ചു. ഇനി അപ്പോ ശ്രദ്ധിക്കുക, അപ്പോ ക്രിസ്തു മാത്രമേ അപ്പോ ആ ദൈവത്തിന് മകനായി ഉള്ളൂ. ഹല്ലേലൂയ. ഇനി ഈ സുവിശേഷത്തിലൂടെ ദൈവം, നമ്മൾ കേട്ടു ഫസ്റ്റ് സെക്ഷനിൽ ഹെബ്രായർ 2:10 സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനായവൻ ആരാണ്? തല. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ആരിലൂടെ? മുഖാന്തരമായ ബോഡിയിലൂടെ. മനസ്സിലാവുന്നുണ്ടോ?
പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അങ്ങനെ മക്കളെ കിട്ടിയാൽ ആ മക്കളെല്ലാം ഈ ബോഡിയുടെ ഭാഗമായി തീരും, കൂട്ടവകാശിയായി തീരും, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരും. അങ്ങനെ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരുമ്പോ ശ്രദ്ധിച്ചേ, ആ ബോഡി മുഴുവൻ മക്കളെ കൊണ്ട് നിറയും. മനസ്സിലായോ? കണ്ടോ ഓരോ മുഖങ്ങൾ കണ്ടോ? ആ ക്രിസ്തു എന്ന ശരീരത്തിൽ ഓരോ മുഖങ്ങൾ ഇരിക്കണുണ്ടോ? കണ്ടോ? അതാണ് ക്രൈസ്റ്റ് ഇസ് ദ ബോഡി, വി ആർ ദ മെമ്പേഴ്സ്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയാറില്ലേ? മനസ്സിലായോ? ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് സഭ, ട്രൂ ചർച്ച്. മനസ്സിലായി? ഇത് എന്ത് ലാംഗ്വേജ് ആണ്? പിക്ചർ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് കിട്ടിക്കുന്നത്. പിക്ചർ ലാംഗ്വേജ് നിങ്ങൾ കേട്ടില്ല? എന്തിനാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ. വോയിസ് ലാംഗ്വേജ് ഉണ്ട്, അതാ ഞാൻ പറയുന്നത്. പിക്ചർ ലാംഗ്വേജ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് കേട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ലേ? എന്താ അത്? ആംഗ്യ ലാംഗ്വേജ് അല്ലേ? ആംഗ്യത്തിലൂടെ കാണിക്കുക. അപ്പൊ അത് മനസ്സിലാക്കാൻ വലിയ പണിയാ. മനസ്സിലായോ? വോയിസ് ആണെങ്കിൽ പെട്ടെന്നും കൂടെ വീണ്ടും നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷെ പിക്ചർ ആണെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോ ഇപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ പിടുത്തം കിട്ടുകയാ. ബോഡി ഓഫ് ക്രൈസ്റ്റ്, കൊളോസ്യൻ 1:18 പറയുകയാണ്, ക്രിസ്തു സഭയുടെ തലയാണ്. ക്രിസ്തു സഭയുടെ തലയാണ്. അപ്പൊ നമ്മുടെ തലയാണ് ക്രിസ്തു. അപ്പോ ക്രിസ്തുവിന്റെ ബോഡിയാണ് നമ്മൾ. അപ്പൊ ക്രിസ്തു ചിന്തിക്കുന്നത് ആരിലൂടെ നടപ്പിലാക്കുന്നേ? തൻ്റെ ശരീരമായ സഭയിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗീയ പിതാവ് ചിന്തിക്കുന്നത് ആരിലൂടെ നടപ്പിലാക്കുന്നേ? ക്രിസ്തുവിലൂടെ. ക്രിസ്തു ചിന്തിക്കുന്നത് ആരിലൂടെ നടപ്പിലാക്കുന്നത്? ശരീരമെന്ന സഭയിലൂടെ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ആരംഭത്തെ കണ്ടുകൂടെ? ഒന്ന് സ്വർഗസ്ഥ പിതാവായ ആദ്യത്തെ ആരംഭം, മറ്റത് ആ ചിന്തകൾ ക്രിസ്തുവിന് കൊടുത്താൽ ക്രിസ്തു നമ്മുടെ തലയാണ്. അത് രണ്ടാമത് ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്നു. പെടുത്താൻ കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ ഈ ആരംഭത്തിന്റെ പേരാണ് ആൽഫ, ഡബിൾ ആൽഫ. ഒന്ന് സ്വർഗീയ പിതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട ആൽഫ. എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് ആ ആൽഫ. ആ ചിന്തകൾ ക്രിസ്തുവിന് കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തു അത് നമുക്ക് തരും. അത് മറ്റൊരാരംഭം. ഹല്ലേലൂയ. അപ്പൊ ആരംഭമായ പിതാവ് താൻ ആരംഭിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ഹല്ലേലൂയ. സകല പ്രൊജക്റ്റും താൻ ആരംഭിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ആരംഭം ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്നു. പിടുത്തം കിട്ടിയോ? ഇതാണ് ദൈവവചനം പറയുന്നത്. ക്രിസ്തുവിന്റെ തല ദൈവം, നമ്മുടെ തല ക്രിസ്തു. കൊളോസ്യർ 1:18 വായിച്ചേ. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. ക്രിസ്തു സഭ എന്ന, അപ്പൊ ഇവിടെ സഭ എന്തായി മാറി? ശരീരമായി മാറി. ക്രിസ്തുവോ തലയായി മാറി. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ ക്രിസ്തു ശരീരവും ദൈവം തലയുമായി മാറി. കണക്ഷൻ പോയ പോക്കുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊന്ന് കാണുക. ഇതൊന്ന് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു തലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ക്രിസ്തു തലയാണ്. പക്ഷെ ക്രിസ്തുവെ സംബന്ധിച്ച് സ്വർഗീയ പിതാവ് തലയാണ്. അപ്പോ ഈ ഒരു തലം വ്യക്തമായി തിരിച്ചറിയുക. ഇനിയും ഇതിന്റെ ആഴങ്ങളുണ്ട്, നമുക്കത് സാവധാനം മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അത് കളറിൽ കാണുകയാണ്. സെയിം സംഭവം ഇതാ നമ്മൾ കളറിൽ കാണുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മുഖം ഇതിൻ്റെ ഉള്ളിൽ കാണണം. നിങ്ങളുടെ മുഖം ഇതിൻ്റെ ഉള്ളിൽ കാണണം. നിങ്ങളുടെ ശരീരത്തിലെ അവയവം പോലെ. ശരീരം എന്ന് പഠിച്ചാൽ മതി, കാര്യം ക്ലിയർ ആവും. ഹല്ലേലൂയ. ഇനി ഇത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു. ഇതാ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഇതാ ഈ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തലകളിൽ ക്രിസ്തുവിനെ ആരൊക്കെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഓരോ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാതെ എൻ്റെ മുഖം ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ
കാണുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. ഇനി ഞാനിത് വേറെ രീതി കൂടി ഒന്ന് വരച്ച് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ലോർഡ് ഐ ലവ് യു. ഇതാ എൻ്റെ മുഖം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എൻ്റെ മുഖം ഞാൻ അവിടുന്ന് പുറത്തും കൊണ്ടുവരിക. എനിക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ആക്ട് ചെയ്യാം. രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാം. ഒന്ന്, ഇതാ എൻ്റെ മുഖം ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വെളിയിലായി ഞാൻ. ഇതാണ് ജഡരൂപി. ഈ കണ്ടോ? ജഡരൂപി. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഇങ്ങനെ നാം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവികമായ ആ ഐഡന്റിറ്റി വർക്ക് ചെയ്യില്ല. നമ്മൾ നല്ലൊരു പങ്ക് ഇങ്ങനെയാ. ഈ വർക്കിങ് നാം സ്വയമായി ചെയ്യുന്നതാ. ഇതാണ് ഏശയ്യ 53:6 പറയുന്നത്. നാം എല്ലാം തെറ്റിപ്പോയി. എങ്ങോട്ടേക്കാ? ജഡത്തിലേക്ക്, സ്വയത്തിലേക്ക് പോയി. ഞാനിവിടെ സ്വയമായിട്ട് അപ്പുറത്ത് നിൽക്കണേ. എൻ്റെ ഐഡന്റിറ്റി ഞാൻ പറയണത്, ഞാൻ പറയുന്നത് ഇതാ ഞാൻ ഷാജിയാണെന്നാ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? അത് എൻ്റെ ഭൂമിയിലെ മാതാപിതാക്കന്മാരിട്ട പേരാണ്. അതല്ല ഞാൻ. യഥാർത്ഥത്തിൽ അതല്ല ഞാൻ. അതെൻ്റെ ഐഡിയ ആകുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ ഐഡിയ ഞാൻ വീണു പോയതാ. അത് എൻ്റെ ഐഡന്റിറ്റി ഞാൻ വീണ് കിടക്കുക. അതല്ല എൻ്റെ ഐ ഡി. അപ്പോ പിന്നെ ഞാൻ ഐ ഡി പറയുന്നത്, എൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഞാൻ ഇതാ മരണമുള്ള ജോസഫിന്, ഇതാ മരണമുള്ള ലില്ലിയാൽ ജനിച്ച മകനാന്നാ പറയണേ. അതാണ് എൻ്റെ ടെമ്പററി ഐ ഡി. അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ വിവേകശൂന്യനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാ. മനസ്സിലായോ? അത് ഇവിടം കൊണ്ട് തീരും. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ സ്വയത്തിൽ നിൽക്കുന്ന ഏശയ്യ 53:6 വായിച്ചോട്ടോ. തെറ്റിപ്പോയ നമ്മൾ, സ്വയത്തിലേക്ക് തെറ്റിപ്പോയ നമ്മളെ, ജഡത്തിൽ ജനിച്ച ആ നമ്മളെ ആത്മാവിൽ ജനിക്കാനൊരു അവസരം കിട്ടി. അങ്ങനെ അവസരം കിട്ടുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്കാണ് മാറ്റപ്പെടുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്കാണ് മാറ്റപ്പെടുന്നത്. 51:6 വായിച്ചു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്കാണ് സ്വർഗസ്ഥ പിതാവ് തന്റെ മകനെ അയച്ചേക്കണേ. ഹല്ലേലൂയ. അപ്പൊ അവരെ ആരംഭിക്കുന്നത് എവിടെന്നാ? താന്താന്റെ വഴിക്ക് തിരിഞ്ഞവർ എവിടെന്നാ ആരംഭിക്കണേ? അവനവനിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നേ. പിടുത്തം കിട്ടിയോ? ബലഹീനമായ ജീവിത രീതി. ഹല്ലേലൂയ. ബലഹീനമായ ജീവിത രീതി. എന്നാൽ അവരെ കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെ ദൈവത്തിന്റെ മക്കളാക്കിയിട്ട് തൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കി. എന്നെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച്, തൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കി. ഇത് കണ്ടോ? ആ ശരീരത്തിൽ ഇതാ ഞാനും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ സംഭവം മാറി, ഐ ഡി മാറി. ഹല്ലേലൂയ. ഇവിടെ ആകുമ്പോൾ ഐ ഡി മാറിയിട്ട് ഇതാ ഞാൻ ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. പിടുത്തം കിട്ടിയ? കാരണം എൻ്റെ തല ക്രിസ്തുവാ. ക്രിസ്തു ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോ എൻ്റെ അൾട്ടിമേറ്റ് തല ആരായി? ഏറ്റവും ആത്യന്തികമായ തല ആരായി? സ്വർഗസ്ഥ പിതാവായി. അപ്പൊ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേയിരിക്കും. എന്റെ പുറകിൽ നിൽക്കുന്നത് ആരൊക്കെയാ? ക്രിസ്തുവും ക്രിസ്തുവിന്റെ പുറകിൽ സ്വർഗസ്ഥ പിതാവും. അങ്ങനെയെങ്കിൽ പിതാവിനുള്ളത് മുഴുവൻ എൻ്റെ പിൻപിലുണ്ട്. മനസ്സിലായോ? പിതാവിനുള്ളത് മുഴുവൻ നിന്റെ പിൻപിലുണ്ട്. ഹല്ലേലൂയ. ഇതാണ് നിന്റെ പുതിയ ഐ ഡി. മനസ്സിലാവുന്നുണ്ടോ? ഈ പുതിയ ഐഡിയയിൽ നിൽക്കുമ്പോ പിതാവിന് എന്തൊക്കെയുണ്ട്? നിന്റെ വീട്ടിൽ നിന്റെ അപ്പൻ എന്തുണ്ട്? ഈ ഭൂമിയിലെ 6 സെന്റ് സ്ഥലമോ 5 സെന്റോ അതോ 1 ഏക്കറോ? ഒരു സ്കൂട്ടറും ഒരു കാറും ഒരു സൈക്കിളും.
അല്ലേ? നമ്മുടെ പിതാവിന് എന്തൊക്കെയുണ്ട്? സർവപ്രപഞ്ചവും ആ അപ്പന്റെയാ, സർവ്വതും ആ അപ്പന്റെയാ. ഇവൻ ക്രിസ്തു അപ്പന്റെയാ, സകലതും അപ്പന്റെയാ. ആ അപ്പന്റെ ഇതാ ഒരു ശരീരമായി നീ നിൽക്കുമ്പോ നിന്റെ പുറകിൽ നിൽക്കുന്ന ആ സംവിധാനം നിനക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പുറകിൽ സ്വർഗസ്ഥ പിതാവ്, ഏതാനും പേര് അപ്പുറവും ഇപ്പുറവും നിന്നെ സഹായിക്കാൻ കൂടെയുണ്ട്. നല്ല കാര്യമാ. മനുഷ്യര് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങളൊക്കെ ഇപ്പൊ സഹായിക്കാൻ കൂടെയുണ്ട്, ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ ഒരു സമയം വരുമ്പോ നിങ്ങളൊക്കെ എന്നെ വിട്ടുപോകൂ. എന്നാലും ഇതാ ഒടുക്കത്തെ നാൾ വരെ യേശു പറഞ്ഞു, ഇതാ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോ അത് മാത്രം പോരാ, അതിന്റെ പുറകിൽ അടുത്ത ഇൻഷുറൻസ്. യേശുവോട് പിതാവ് പറയുന്ന രംഗം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളൊക്കെ എന്നെ വിട്ടുപോയാല് ഇതാ എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. ഡബിൾ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങളുടെ സേഫ്റ്റി വർദ്ധിക്കുന്നുണ്ട്, ആ സേഫ്റ്റി വർദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഒരു ഇൻഷുറൻസ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പുറകിൽ വേറൊരു ഇൻഷുറൻസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയ? ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ദാ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതൊരു ഇൻഷുറൻസ്. ഇനി അതിന്റെ പുറകിൽ വേറൊരു ഇൻഷുറൻസ് ആണ്. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന രംഗം, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. അപ്പൊ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ആരൊക്കെ എന്നെ വിട്ടുപോയാല് എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. എന്നെ ഇൻഷുറൻസാ മക്കളെ ഇത്, എന്നെ ഇൻഷുറൻസാ. ലോകം നിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയാല് അവിടെ നിന്ന് എഴുന്നേപ്പിച്ചോണ്ട് വരാൻ കഴിവുള്ളവൻ നിന്റെ തലയായി ഇറക്കുമ്പോ, നിന്റെ അപ്പനായി ഇറക്കുമ്പോ, ക്രിസ്തുവെ കൊന്ന് കുഴിച്ചു മൂടിയെങ്കിലും ദൈവമോ തന്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാ ഇൻഷുറൻസാ. ഹല്ലേലൂയ. ഇവിടെ ആ ഐഡി നീ തിരിച്ചറിയണം. ക്രിസ്തു തിരിച്ചറിഞ്ഞ തന്റെ ഐഡി ആര് ചോദിച്ചാലും ക്രിസ്തു പറയൂ, ഞാൻ ദൈവത്തിന്റെ പുത്രനാ. ഉടനെ അവര് വഴക്കുണ്ടാക്കോ, നീ ജോസഫിന്റെ മകനല്ലേ, മേരിയുടെ മോനല്ലേ, പിന്നെ നീ സ്വർഗത്തിൽ നിന്ന് വന്ന് ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ഇവിടെ നമ്മളും ധൈര്യത്തോടെ പറയാൻ ഇടയാകണം. ഹല്ലേലൂയ. ഞാൻ ആരുടെ മോനാന്നറിയാവോ? സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിൽ ജനിച്ച ദൈവത്തിന്റെ മകനാണ് ഞാന്. ഹല്ലേലൂയ. നീ പോകുന്ന വഴിക്കൊക്കെ ഇതാ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. ആളുകൾ മറ്റാളുകൾക്ക് മുമ്പ് പറയരുത്, അവർ പ്രാന്താന്ന് പറയേ. നീ പിശാചുക്കളോടൊന്ന് പറഞ്ഞു നോക്കിയേ, ഇതാ നിന്റെ ചുറ്റുമുള്ളതൊന്ന് പറഞ്ഞു നോക്കിയേ, വിശ്വാസികളോടൊന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. നിന്റെ അന്തരീക്ഷം അങ്ങ് മാറുന്നത് കാണാം, നിന്റെ അന്തരീക്ഷം അങ്ങ് മാറുന്നത് കാണാം. നിന്റെ ഐഡി എക്സർസൈസ് ചെയ്യണം നീ. ഹല്ലേലൂയ. നിന്റെ ഐഡി എക്സർസൈസ് ചെയ്യണം. നിന്റെ ഐഡി എക്സർസൈസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ കൂട്ടായ്മകൾ ഓട്ടോമാറ്റിക് മാറും. ഹല്ലേലൂയ. നിന്റെ കൂട്ടായ്മകൾ ഓട്ടോമാറ്റിക് മാറും. നീ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുമായിട്ട് നീ സ്നേഹിച്ച് സഹകരിക്കുക എന്തിനാണെന്നറിയാമോ? നിനക്ക് ഈ പിതാവിൽ നിന്ന് കിട്ടിയത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവരിൽ നിന്ന് സ്വീകരിക്കാൻ നിനക്ക് അധികമൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം ഒരു വെള്ളച്ചാട്ടം മോളിൽ നിന്ന് താഴേക്ക് ചാടുള്ളൂ, താഴേന്ന് മുകളിലേക്ക് കയറൂല. മനസ്സിലായോ? കാരണം നീ സ്വർഗത്തിന്റെ വെള്ളച്ചാട്ടമാ. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് തരുന്നത് ക്രിസ്തേശുള്ള നീ സ്വീകരിച്ച് ഭൂമിയിലേക്ക് ചാടിക്കുകയാ. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയുവാനിടയാകണം, ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ദയവ് ചെയ്ത് ഫോണുകൾ ദയവ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കണേ. ആ ശുശ്രൂഷയ്ക്ക് തടസ്സമായി തീരും. തുടക്കത്തിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി ഞാൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഇനി ഈ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കുക. ഈ പ്രവർത്തനമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. ഈ ആത്മാവിന്റെ നിയമത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഈ പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയമായിട്ട് നിൽക്കുക. നിങ്ങളൊരു ഐലൻഡാ. മനസ്സിലായോ? ഒരു സഹായവും ഇല്ലാത്ത ഒരു ഐലൻഡാ. നിങ്ങൾ തന്നെ എല്ലാം കണ്ടുപിടിച്ചോളണം നിങ്ങൾക്ക് വേണ്ടതൊക്കെ, എന്നിട്ട് അവസാനം മരിച്ചും പോകും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ മാറിയാൽ, ഇത് ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആട്ടോ. അല്ലാത്തത് ഇങ്ങനെയൊന്നും ആകത്തില്ല, വീണ്ടും ഇതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് മാറിയാൽ നിങ്ങൾ നോക്കിയേ,
ഈ സിസ്റ്റം നോക്കിയാൽ നിങ്ങളുടെ ശരീരം ഒന്ന് പഠിക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ദാ ഈ പിതാവിൽ നിന്ന്, ഇതാ പിതാവാണ് തല, നമ്മുടെ തലയിൽ നിന്ന് നാഡി ഇറങ്ങണുണ്ടോ, നാഡി വ്യൂഹം ഇറങ്ങണം കേട്ടോ, നാഡി വ്യൂഹം. ഈ നാഡി വ്യൂഹം ഇറങ്ങിയിട്ട് കണ്ടോ, ഇടയ്ക്ക് കയറി പോണോണ്ടോ, കയറി പോണോണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ കയറണുണ്ടോ. ഹല്ലേലൂയ. ഈ നാഡി വ്യൂഹം ഇങ്ങനെ ഇറങ്ങി എല്ലാ അവയവങ്ങളെയും ലിങ്ക് ചെയ്യും. എല്ലാ അവയവങ്ങളെയും ലിങ്ക് ചെയ്യും. ആ നാഡി വ്യൂഹം തലയിൽ നിന്ന് ആരംഭിച്ച് ഇതാ നമ്മളുടെ ആ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഇതാ ഒരു ട്രങ്കിങ് ഉണ്ട്, അതിലൂടെ വന്ന് എല്ലാ അവയവങ്ങളുമായിട്ട് അത് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യണം. നമുക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് തലയിൽ നിന്നാണ് കൺട്രോൾ മൊത്തം പോകുന്നത്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അങ്ങനെ തലയിൽ നിന്ന് ഈ കൺട്രോൾ ചെന്ന് എല്ലാത്തിനെയും ടച്ച് ചെയ്യും. അങ്ങനെ ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് വരുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നായി വരുന്ന മൊത്തം. ഹല്ലേലൂയ. ആ തലയിൽ നിന്ന് ആ നാഡികളിലൂടെ എല്ലാ അവയവങ്ങൾക്കും ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ ഇതാ നമ്മുടെ ഹൃദയം 72 പ്രാവശ്യം ഇടിക്കുന്നുണ്ട്. നിങ്ങളുടെ മമ്മി പറഞ്ഞിട്ടാണോ അത്ര ഇടിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടായിരിക്കും, അല്ല പ്രധാനമന്ത്രി പറഞ്ഞിട്ടോ? ഇതൊന്നുമല്ല, ഏറ്റവും ഉയരത്തിലുള്ള ഹെഡ് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സിസ്റ്റമാണ് അത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തയൊന്നുമല്ല, ദൈവം ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുക തലയിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഓടുന്നു. അപ്പൊ ഓടുമ്പോൾ നിങ്ങളുടെ കാലിലേക്ക് കൂടുതൽ ബ്ലഡ് വേണം. ബ്ലഡ് പോയില്ലെങ്കിൽ ഉടനെ തളർന്നു പോകുന്നത്. ഹല്ലേലൂയ. അപ്പോ ഉടനെ അങ്ങോട്ടേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞോ, തലച്ചോറെ, ഞാൻ നഴ്സിംഗ് സ്കൂളിൽ MBBS ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, അങ്ങോട്ട് കൂടുതൽ ബ്ലഡ് അയച്ചോട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവൂല, ഞാൻ തളർന്നു പോകുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇത് ആരാ അങ്ങോട്ട് കൂടുതൽ ബ്ലഡ് അയച്ചേ? തലയാ. തല ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഹാർട്ടിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നീ ഇപ്പൊ 72 പ്രാവശ്യം ഇടിച്ചാൽ പോരാ, നീ കൂടുതൽ ഇടിച്ചോ. ഇതാ ആ കൊച്ച് കൂടുതൽ സ്പീഡിൽ ഓടുന്നു, 110 പ്രാവശ്യം ഇടിക്കുക. ഇതാ വീണ്ടും കൂടുതൽ ഓടുന്നു, 130 ഇടിക്കുക. ഇതാ അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്നില്ല, ഇതൊക്കെ തല കൊടുത്തോണ്ടിരിക്കുക. അപ്പോ വേണ്ടതെല്ലാം കൊടുത്തോണ്ടിരിക്കുക. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതേപോലെ പ്രിയ സഹോദരങ്ങളെ, ഈ ബാൻസ്, ഇംഗ്ലീഷ് പറഞ്ഞ ബാൻസ്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ നാഡികൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ തലയിൽ നിന്ന് വരുന്ന ഈ നാഡികളാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് എന്ന പ്രവർത്തനം ചെയ്യുന്നത്. മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവസിംഹാസനത്തിൽ നിന്നാണ്. അതാണ് ജീവജല നദി എന്ന് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ യോഹന്നാൻ 7:37-38 ഭാഗങ്ങൾ യേശുക്രിസ്തു പറയാണ്, ഈ നദി നമ്മളിൽ ആരംഭിക്കാൻ തുടങ്ങാം. കാരണം നമ്മൾ ഏകമായി ഐലൻഡായി പ്രവർത്തിക്കുന്നത് മാറിയിട്ട് നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ഒപ്പത്തിനൊപ്പം തരാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നേരത്തെ ജഡമനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യനായപ്പോൾ നമ്മൾ ഏകമായി പ്രവർത്തിക്കുന്നവരായിരുന്നു. എല്ലാവരും താൻ്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി. എന്നാൽ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ, ട്രൂ ആയിരിക്കണം കേട്ടോ, ഇന്നത്തെ സുവിശേഷ വേദികളിൽ ടൈപ്പാണെങ്കിൽ നടക്കണമില്ല, ട്രൂ ആയിരിക്കണം. യേശുവിനെ നാം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വന്നപ്പോൾ നമ്മൾ ആ ഏകമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഞാനൊരു വമ്പൻ സാമ്രാജ്യത്തിന്റെ ഒരു എക്സിറ്റായി മാറി. മനസ്സിലായോ? ദൈവരാജ്യത്തിന്റെ ഒരു എക്സിറ്റ് ബോഡി. നിങ്ങളുടെ ഈ ചെറുവിരലെടുത്ത് ഇങ്ങനെ പിടിച്ചേ, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തൊന്ന് തൊട്ടേ, ചെറിയൊരു ഭാഗം തൊട്ടോ. ആ ചെറുഭാഗമില്ലേ ഈ തലയുടെ കീഴില, ശരിയല്ലേ? മനസ്സിലായോ? ഇതേപോലെ ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ ഒരു ഭാഗമായി മാറി നിങ്ങൾ. നിങ്ങളുടെ സകല ഉത്തരവാദിത്വവും ഈ ശരീരത്തിനുണ്ട്, ശരീരത്തിന്റെ ഉത്തരവാദിത്വം തലയ്ക്കുണ്ട്. പിടുത്തം കിട്ടിയ? നിങ്ങളുടെ ഓണർഷിപ്പ് തന്നെ മാറിപ്പോയി, നിങ്ങൾ ദൈവരാജ്യത്തിലേക്കായി. പിന്നെ നിങ്ങളെ ഓർത്ത് പ്രവർത്തിക്കേണ്ടത് ബോഡിയാണ്,
ബോഡി ഓർത്ത് പ്രവർത്തിക്കേണ്ടത് തലയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതേപോലെ നിങ്ങളുടെ കയ്യിലെ നഖം വെട്ടുന്നത് ആരാ? അയൽക്കത്തുകാരനാണോ? അല്ല, നിങ്ങളുടെ തലയല്ലേ അത് ഓർപ്പിച്ച് മറ്റു അവയവങ്ങളെ കൊണ്ട് വെട്ടിക്കണേ? ഇതേപോലെ നിങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു. നേരത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിരുന്നു. ഹല്ലേലൂയ. നേരത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിരുന്നു. ഇപ്പോ ഈ പുറമെ നിന്ന് നിങ്ങൾ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് മാറിയപ്പോ നിങ്ങൾ നിങ്ങളുടേതല്ല, ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിൻ്റെതായി മാറി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സകലതും ദൈവത്തിൻ്റെതായി മാറി. ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്, ഉടമസ്ഥനാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായി മാറിയപ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഇതാ യേശു പറഞ്ഞ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ ചേർത്ത് നൽകപ്പെടും. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം നമ്മൾ നമ്മുടേതായി നിലകൊണ്ട് കാര്യങ്ങളെ നടത്താൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ പരാജയം. നമ്മൾ ദൈവത്തിൻ്റെതായി തീരുമ്പോൾ ദൈവത്തിൻ്റെതെല്ലാം നമ്മുടേതായി തീരും. മനസ്സിലായോ? സഹോദരിമാർക്ക് അറിയാം, ഭാര്യമാർക്ക് അറിയാം. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചു, ചിലപ്പോൾ അതൊരു ദരിദ്ര കുടുംബമായിരിക്കുക. നിങ്ങൾ ഏത് കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയുടേതായി തീരുമ്പോൾ ആ വ്യക്തിക്കുള്ളതെല്ലാം ഭർത്താവിൻ്റെതായി തീരുമ്പോൾ ഭർത്താവിനുള്ളതെല്ലാം നിങ്ങളുടേതായി മാറും ഓട്ടോമാറ്റിക്. ശരിയല്ലേ? ഇതേ രീതിയിൽ നിങ്ങൾ കർത്താവിൻ്റെതായി തീരുമ്പോൾ കർത്താവിനുള്ളതെല്ലാം നിങ്ങളുടേതായി മാറും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ നിങ്ങളുടെ പ്രവർത്തനം ഏകമല്ല, നിങ്ങളുടെ പ്രവർത്തനം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ഈ ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ ഉള്ളിൽ ഒരു ത്രിയേക പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഈ ലോ ഓഫ് ദ സ്പിരിറ്റ്, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ലോ ഓഫ് ദ സ്പിരിറ്റിൽ ഒരു ത്രിയേക പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. ഈ ത്രിയേക പ്രവർത്തനം നമ്മൾ തിരിച്ചറിയണം. ഒരു ത്രിയേക ദൈവത്തെ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. പക്ഷേ ആ ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനത്തെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഹല്ലേലൂയ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ബൈബിളിലെ സത്യമാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ആമേൻ പറയുന്നു. പക്ഷേ ത്രിയേക ദൈവത്തെ ബൈബിളിൽ എങ്ങും കാണാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഏക ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആ ത്രിയേക പ്രവർത്തനമുള്ളത് ക്രിസ്തുവിലാണ്, ദൈവപുത്രനിലാണ്. ഹല്ലേലൂയ. അപ്പോ ആ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനമായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരാൻ തുടങ്ങും. ഒന്ന്, നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. ഞാനെന്ന് പറയുന്നത് ഇതാ ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിലെ അവയവമാണ്. ഇതാണ് 1 കൊരിന്ത്യർ 12:27 പറയുന്നത്. നിങ്ങൾ ആരാന്നറിയാമോ? ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ക്രിസ്തു ആരാന്നറിയാമോ? ദൈവത്തിന്റെ ശരീരമാണ്. നിങ്ങൾ ആ ശരീരത്തിലെ അവയവങ്ങളാണ്. എല്ലാം കൂടി ഒന്നായില്ലേ? ഒറ്റ ബോഡി ആയില്ലേ? വായിച്ച 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളോ. നിങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ. ബോഡി ഓഫ് ഗോഡ്. നിങ്ങൾ ആ ബോഡി ഓഫ് ഗോഡിന്റെ ഉള്ളില് ക്രിസ്തുവിന്റെ അവയവമാണ്. എല്ലാം കൂടെ ഇതാ ഒരൊറ്റ ശരീരമായി മാറി. നിങ്ങൾ ഇനി നിങ്ങളെ കാണേണ്ടത് ഈ രൂപത്തിലാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ചിലർക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതാ നേരത്തെ പറഞ്ഞ ചെറുവിരലിലും തൊടാനായിട്ട് ആ ഒരു ചെറിയൊരു പാർട്ട് അത് മതി. എല്ലാം തല നോക്കിക്കോളും. ഹല്ലേലൂയ. ഈ ഒരു രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശരീരത്തിലെ ഒരവയവമായി മാറി. ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തു. ആ ശരീരത്തിൽ നമ്മൾ ഒരു അവയവമായി നിലകൊള്ളുകയാണ്. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഭരണ ബോഡിയാണ്. ഹല്ലേലൂയ. ആ കുടുംബമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ തന്നെ കാണണം ആ രീതിയിൽ. നേരത്തെ നമ്മൾ എന്താ കാണുന്നേ? അയ്യോ, ഞാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇന്നിപ്പോ അങ്ങനെയല്ല. ഞാൻ ഒറ്റയ്ക്കാകുന്ന വിഷയമേ ഇല്ല. എൻ്റെ പുറകിൽ എൻ്റെ തലയായ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന്റെ പുറകിൽ സ്വർഗീയ പിതാവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്കാകുന്ന വിഷയമേ ഇല്ല. ഹല്ലേലൂയ. എന്നെ ഉപയോഗിക്കുകയാ.
മനസ്സിലായി? ഞാൻ എന്നെ സ്വയമായി ഉപയോഗിക്കുകയല്ല, എന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ കൈ നിങ്ങൾ എന്താ ചെയ്യണേ? കൈ തോന്നിയോടത്ത് ഓടി പോവാണോ വിരല്? അല്ല, തല ശരീരത്തിലെ ഈ കൈയുടെ വിരലിനെ ഉപയോഗിക്കുക. മനസ്സിലായോ? ഹല്ലേലൂയ. അത് നിങ്ങൾ പോലും അറിയാതെ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പൊ തലയാൽ നാം നയിക്കപ്പെടുന്നു. ഇത് പഴയ ഉടമ്പടി പുസ്തകത്തിലെ വാഗ്ദത്തമാണിത്. ഇതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതിൻ്റെ ഉള്ളൊരു ത്രിയേക പ്രവർത്തനം ഉണ്ട്. ഹല്ലേലൂയ. പഴയ ഉടമ്പടി പുസ്തകത്തിലെ വാഗ്ദത്തമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 27-ാം വാക്യം. ഇത് തിരിച്ചറിയണം. നേരത്തെ ന്യായപ്രമാണം കൊടുത്തിരുന്ന നാളിൽ ന്യായപ്രമാണം ഇതാ ഇങ്ങനെ സ്വയമായി നിൽക്കുന്നവന് വേണ്ടിയാണ് ന്യായപ്രമാണം. നീ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. എന്നാൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് സ്വർഗത്തിലെ ദൈവം ഈ ജനത്തോട് പറയാണ്, മറ്റൊരു കാലം വരും, അന്ന് ഞാൻ നിങ്ങളെ നടത്തും. എങ്ങനെയാണ്? ഇന്ന് നിങ്ങളാണ് ന്യായപ്രമാണം വായിച്ച് നടക്കാൻ പോണേ. നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾ നടക്കാൻ ശ്രമിക്കുന്നു. മറ്റത് അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ നടത്തും. വായിച്ചേ 36-27. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. മനസ്സിലായോ? നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ. ഞാൻ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവപുത്രന്മാരായ നിങ്ങളുടെ ഉള്ളിൽ പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം എവിടെ? ദൈവപുത്രനായ ക്രിസ്തുവിൽ, ക്രിസ്തുവിലുള്ളവൻ, ക്രിസ്തുവെ പോലെ ക്രിസ്തുവിലുള്ള എല്ലാ മക്കളിലും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഇത് പഴയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണ്. ഈ ത്രിയേക പ്രവർത്തനം പഴയ ഉടമ്പടിയിലുള്ള പ്രവചനമാണ്, വാഗ്ദത്തമാണ്. അതാണ് ക്രിസ്തുവിൽ നിറവേറുന്നത്, ക്രിസ്തുവിലുള്ളവരിൽ നിറവേറുന്നത്. പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം എവിടെ? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് സ്നാനത്തെക്കുറിച്ച്, അല്ലേ? യേശുക്രിസ്തു പറഞ്ഞു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇവര് സ്നാനം സ്വീകരിച്ചതൊക്കെ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് യേശുവിന്റെ നാമം, ആ പേരും പറഞ്ഞ് യേശുവിന്റെ നാമസഭയും തുടങ്ങി. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു ഏകീകൃത പ്രവർത്തനം നടക്കുന്നത് ക്രിസ്തുവിലാണ്. മനസ്സിലായോ? അതാണ് ഈ എസെക്കിയേൽ 36-27 വാഗ്ദത്തം നടക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ബൈബിളിലെ ആ വചനം ഒക്കെ വായിച്ചോ. അതായത് യേശുക്രിസ്തു ഈ കൽപ്പന കൊടുത്തത് ആർക്കാന്നറിയാമോ? ആർക്കാ കൊടുത്തേ? ശിഷ്യന്മാർക്ക്. ആ ശിഷ്യന്മാര് സ്നാനം പെടാൻ പോവുകയാണോ, സ്നാനം കഴിപ്പിക്കാൻ പോവുകയാണോ? സ്നാനം കഴിപ്പിക്കാൻ പോകുന്ന സ്നാപകനോട് പറഞ്ഞു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. എന്നിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിലല്ല, നാമത്തിൽ. ആ നാമം ഉള്ളത് ദൈവപുത്രനില, ക്രിസ്തുവില. ആ ത്രിയേക പ്രവർത്തനം മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ നിങ്ങൾ നോക്കിക്കോ. അവിടെ എല്ലാം പറയുന്നത് സ്നാനപ്പെടുത്താൻ പോകുന്നവനോടല്ല, സ്നാനം സ്വീകരിക്കുന്നവരോടാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിപ്പിൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്നാനം സ്വീകരിക്കുന്നവർ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാപകൻ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാനം സ്വീകരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ അത് സ്വീകരിക്കണം. ഇതാണ് റോമ 6:3 പറയുന്നത്, ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചേരുമ്പോൾ ക്രിസ്തുവോടാണ് ചേരുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാ. ഇതിനിപ്പോ നിങ്ങൾ ഇതും വെച്ചൊരു തർക്കം ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ സ്നാനം അങ്ങനെ കഴിച്ചു, ഇങ്ങനെ കഴിച്ചു എന്ന് നരകത്തിലൊന്നും എങ്ങും പോകത്തില്ല. പിന്നെ നമ്മൾ ക്രിസ്തുവോടാണ് ചേരുന്നത്. അതിന് 6:3 വായിച്ചേ. 6:3 റോമ 6:3. സ്നാനത്തിൽ എന്താ നടക്കണേ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും. അപ്പോ യേശുക്രിസ്തുവിനോട്
ചേരുകയാണ് സ്നാനത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിനാഥ സ്നാനം കഴിക്കുമ്പോ നാം യേശു ക്രിസ്തുവോട് ചേരുകയാണ്. അവൾ യേശുവിനെ ധരിക്കുകയാണ്. പുതിയ സൃഷ്ടി തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി എല്ലാം വായിച്ചു നോക്കിയോ, അവിടെ എല്ലാം പറയുന്നത് സ്നാനം സ്വീകരിക്കുന്നവരോടാ. ഒരു ഭാഗത്ത് മാത്രമേ ട്രാൻസ്ലേഷൻ തെറ്റുണ്ട്, അത് ഇംഗ്ലീഷ് വായിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർണോലിയസിന്റെ ഭവനത്തിലാണ് ആ ട്രാൻസ്ലേഷൻ തെറ്റ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർണോലിയസിന്റെ ഭവനത്തിൽ ആ ട്രാൻസ്ലേഷൻ തെറ്റ്, അത് നിങ്ങൾ വായിക്കുമ്പോൾ സംശയം വന്നാൽ മാത്രം ചോദിക്കുക, പറഞ്ഞു തരാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഞാനും നിൽക്കേണ്ടത് ഇനി നമ്മുടെ ഹൃദയത്തിൽ കാണണം. ഞാൻ പുതിയ സൃഷ്ടിയിൽ എവിടെയാണെന്നറിയാമോ? സ്വർഗത്തിലാണ്, ക്രിസ്തുവിലാണ്, ദൈവത്തിലാണ്. ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2 ഇതാ 6-7 പറയുന്നത്, നമ്മളെ ക്രിസ്തുവോട് ചേർന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിൻ ദൈവത്തിൽ ഇരുത്തിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോകാതിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇനി വീണ്ടും ജഡത്തിലേക്ക് വരാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിന്റെ വചനം പറയുന്ന സഭക്കാരോട്, നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ? സ്വർഗത്തിൽ കൊണ്ട്, ആത്മമണ്ഡലത്തിൽ കൊണ്ട് നിങ്ങളെ ഇരുത്തിയിട്ട് വീണ്ടും നിങ്ങൾ ജഡത്തിലേക്കോ ഈ കൈമാറി ഓടി വരുന്നേ? ഹല്ലേലൂയ. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വീണ്ടും ജഡത്തിലേക്കാണോ നിങ്ങൾ ഓടി വരുന്നേ? ആദ്യം എഫേസ്യ ലേഖനം 2:6-7 വായിച്ച്. ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തയേശുവിൽ ക്രിസ്തുവോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ സൃഷ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ ഇരിപ്പാണ് ഈ ഇരിപ്പ്. കണ്ട, ക്രിസ്തയേശുവിൽ ഇരിക്കുകയാണ്, സ്വർഗത്തിൽ ഇരിക്കുകയാണ്. സ്വർഗീയ പിതാവിന്റെ ശരീരമായ ക്രിസ്തുവിൽ ഞാനും ഉണ്ട്. പിടുത്തം കിട്ടിയ ഈ പുള്ളിക്ക് മരണമില്ല. ഇത് ആത്മാവിലുള്ള ഇരുത്താണ്. ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഇത്രയ്ക്ക് ബുദ്ധിയില്ലയോ? ഗലാത്യ ലേഖനം 3:3. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ ആള് വേണം. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിലേക്ക് ഓടിപ്പോയോ ബുദ്ധിയില്ലാത്ത നിങ്ങളെ? നമ്മളോട് ചോദിക്കുന്നുണ്ട്, വീണ്ടും ജഡത്തിൽ, ഈ ഭൂമിയിൽ ജനിച്ചത് ജഡത്താൽ ജനിച്ച ജഡമാണ്. എന്നാൽ ക്രിസ്തുവിനാൽ ജനിച്ചത് ആത്മാവിൽ ജനിച്ച ആത്മാവാണ്. അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഓടി ഇതാ ജഡത്തിലേക്ക് ഓടിപ്പോയി. ഗലാത്യ ലേഖനം 3:3 വായിച്ച്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? മനസ്സിലായോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ഇത് ആത്മമണ്ഡലമാണ്. ഇവിടെ എല്ലാം ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്നത് ദൈവം തന്റെ ആത്മാവിനാലാണ്. അതൊരു ത്രിയേക പ്രവർത്തനമാണ്. അവിടെ നിന്ന് വിട്ടിട്ട് ഓടിപ്പോയി സ്വയമേ പ്രവർത്തിക്കുന്ന ജഡമണ്ഡലത്തിലേക്ക് ഓടിപ്പോയ ബുദ്ധിയില്ലാത്തവരെ. കാരണം അവിടെ മരണമുണ്ട്. ആത്മമണ്ഡലമായി ദൈവരാജ്യത്തിൽ മരണമില്ല. അപ്പൊ ഈ ഒരു തലം വ്യക്തതയോടെ ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇനി ജഡത്തിലേക്ക് പോകരുത്, പകരം ജഡത്തെ ഒരു അടിമയെ പോലെ ഉപയോഗിക്കണം. പിടുത്തം കിട്ടിയ? ഇനി ജഡത്തിലേക്ക് പോവുകയല്ല, ജഡത്തെ ഒരു അടിമ എന്നതുപോലെ ഉപയോഗിക്കണം. ആരാൽ? ദൈവത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. അതിന് എവിടെ ജനിച്ചേ പറ്റൂ? ക്രിസ്തുവിന്റെ ബോഡിയായേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിലാണ് അതെല്ലാം നടക്കുന്നത്. ഇതുകൊണ്ട് ബൈബിൾ ഇനി നിങ്ങൾ വായിക്കുമ്പോൾ പലയിടത്തും കാണാം, ക്രിസ്തുവിൽ ഞങ്ങളെ ജയ ഉത്സവമായി നടത്തുന്ന ദൈവം. അപ്പൊ ജയം കിട്ടാതെ വരുമ്പോൾ ചിന്തിച്ചോളാം, ഞാൻ ക്രിസ്തുവിലല്ല, പുറത്ത് ചാടിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4:13, ഫിലിപ്പി ലേഖനം 4:13 പറയുകയാണ്, നിങ്ങൾ പലതിലും പരാജയപ്പെട്ടിരിക്കുകയല്ലേ? പലതിലും ഞാനും പരാജയപ്പെട്ട നാളുകളുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ 2ാമത്തെ പുസ്തകം ജനിച്ചത്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവത്തിൽ നിന്ന്, ഇവിടുന്ന് ദൈവത്തിൽ നിന്ന്, ആ തലയിൽ നിന്ന് ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിന്റെ നിയമത്തിലുള്ള ഈ ത്രിയേക പ്രവർത്തനം, ദൈവം തന്റെ ആത്മാവാൽ നമ്മളെ ചലിപ്പിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ പ്രിയ മോളെ, നിനക്ക് ജയമുണ്ട്. പക്ഷെ നിനക്ക് ജയം കിട്ടാത്ത നീ അവിടെ നിന്ന് ചാടി ജഡത്തിലേക്ക് പോയിട്ട് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഓടാൻ നോക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. അതുകൊണ്ട് ഇനി നാം പ്രവർത്തിക്കുകയല്ല, നമ്മളെ പ്രവർത്തിപ്പാൻ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം.
കൊടുക്കണം. നമ്മളെ ചലിപ്പിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ പ്രിയ സഹോദരങ്ങൾ? ഇത് മനസ്സിലാകണമെങ്കിൽ കാളവണ്ടി കണ്ടിട്ടില്ലേ? കാളവണ്ടി, കാള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാൽ അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാളവണ്ടി നിങ്ങളൊന്ന് സങ്കല്പിച്ച്, ആ കാളവണ്ടി നിങ്ങളൊന്ന് സങ്കല്പിക്കുമ്പോൾ ആ കാള വണ്ടിയുടെ മുകളിൽ നിറച്ച് ലോഡുണ്ട്. ആ ലോഡെങ്ങാനും എടുത്ത് കാളയുടെ മുകളിൽ വെച്ചാൽ കാള ഇരുന്നു പോകും. പക്ഷെ ആ ലോഡ് മുഴുവൻ ഇരിക്കുന്ന കാളവണ്ടിയുടെ മുകളിലാ. ആ കാളവണ്ടിയുടെ മുകളിൽ ലോഡ് ഇരിക്കുന്നു. ആ കാളവണ്ടിയുടെ മുമ്പിൽ അതിനെ തളിക്കാൻ തക്കവണ്ണം ആ കാളവണ്ടി ഓടിക്കുന്ന ഒരാളിരിക്കുന്നു. എന്നാൽ ആ നുകം മാത്രം കാളയുടെ മേത്ത് വയ്ക്കുന്നു. കാള നടക്കുമ്പോൾ ഈ വമ്പൻ ലോഡ് നീങ്ങാൻ തുടങ്ങുന്നു. നിന്റെ മുകളിൽ ദൈവം എത്ര ലോഡ് വെച്ചാല് ആത്മാവിന്റെ നിയമത്തിലേക്ക് നീ കടന്നു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നീയല്ല ചുമക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവ് അത് ചുമക്കുന്നത്. നീ അനുസരണമുള്ള കാളയെ പോലെ നീ നടന്നാ മതി. ദൈവം നിന്നെ തളിക്കാൻ തുടങ്ങും, ദൈവം നിന്നെ നയിക്കാൻ തുടങ്ങും. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി അവരെ ഞാൻ എന്റെ ചേട്ടങ്ങളിൽ നടത്തും. അവർ നടക്കുകയല്ല, ഞാൻ അവരെ നടത്തുകയാ. ഒരു കാളവണ്ടിക്കാരൻ നടത്തുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ ആ കാളവണ്ടിയാ നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുവാനിടയാ. ഈ മനോഹരമായ ഈ നിയമം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ, ഇതാണ് ആത്മാവിന്റെ നിയമം. പ്രിയ സഹോദര സഹോദരി, നാം ഇത് തിരിച്ചറിയുന്നില്ല. ആ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ആ നടപ്പ് നടക്കുമ്പോഴുണ്ടല്ലോ പ്രിയ സഹോദരി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അപ്പോഴപ്പോൾ ആ ഉടമസ്ഥൻ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ കാള നടക്കുകയാ, കാളയ്ക്ക് ഇച്ചിരി വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട്, ആര് കൊടുക്കുക? അതിന്റെ മുകളിലിരിക്കുന്ന ആള് കൊടുക്കുക. കാളയ്ക്ക് വൈക്കോല് വേണം, ആര് കൊടുക്കുക? അതിന്റെ മുകളിലുള്ള ആള് കൊടുക്കുക. കാളയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ആര് നോക്ക്? ആ മുകളിലിരിക്കുന്ന ആള് നോക്ക്. പ്രിയ മകനെ, പ്രിയ മകളെ, ഇതേപോലെ ഒരു കാളയല്ല നമ്മൾ, അതിനേക്കാളുപരി ദൈവത്തിന്റെ മക്കളാ. എ സൺ ഹു സർവ്സ്. നമുക്ക് വേണ്ടത് അപ്പോഴപ്പോൾ ഈ ദൈവം തരുവാനിടയാകും. അതുകൊണ്ട് ഈ ദൈവത്തെ അവിശ്വസിക്കരുത്. ക്രിസ്തയേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ അപ്പന്റെ അടുക്കിലേക്ക് നമ്മളെ എത്തിക്കാനാ. ആ ക്രിസ്തയേശുവിലുള്ളവരുടെ നിയമമാണ് ക്രിസ്തു ഉപയോഗിച്ച നിയമം. ഈ നിയമം ഉണ്ടായിരുന്ന ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മുഴുവൻ എൻ്റെ അപ്പനാ. എൻ്റെ അപ്പൻ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ ഭൂമിയിൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതാണ് ആത്മാവിന്റെ നിയമം. എന്നാൽ പുറത്തുള്ളവരെല്ലാം സ്വയമേ ചെയ്യുന്നേ. മനസ്സിലാകുന്നുണ്ടോ? പുറത്തുള്ളവരെല്ലാം സ്വയമേ ചെയ്യുന്നു. എന്നാൽ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് വന്നാൽ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം നമ്മളെ നടത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ സകല ചിന്താകുലവും ആ ദൈവത്തിന്റെ മേലിട്ട്, ദൈവത്തിന് മേലിടുക. ദൈവം നയിക്കും, ദൈവം നടത്തും. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാനായിട്ട് ശക്തിയില്ല. ഹല്ലേലൂയ. നമ്മൾ എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം തന്ന ബുദ്ധിയെ ഉപയോഗിക്കുക. ഹല്ലേലൂയ. സകലതും ദൈവത്തിൽ ആശ്രയിക്കുക. ബുദ്ധിയെ ആശ്രയിക്കരുത്, ബുദ്ധി ഉപയോഗിക്കാനേ പാടുള്ളൂ. ഇത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മാറ്റാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. നിന്റെ സകല വിഷയങ്ങൾ, നിന്റെ സകല പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇതോട് ബുദ്ധി കൊണ്ടല്ല അവലോകനം ചെയ്യേണ്ടത്. ഇത് കർത്താവേ, അങ്ങനെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, അങ്ങനെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ ഓരോരുത്തരും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നിങ്ങൾക്ക് പരിഹാരം തരും. ഹല്ലേലൂയ. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ വിഷയങ്ങൾ, നിന്റെ പ്രശ്നങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നും ദൈവം അറിയാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഈ ആ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വാ. നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ വലിയ കരങ്ങൾ, പ്രിയ മോനെ, പ്രിയ മോളെ, നിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മളോട് അവസാനിപ്പിക്കുക. ഇതൊന്ന് മനസ്സിലാക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയാ, എൻ്റെ പിതാവ് തോട്ടക്കാരനാ, നിങ്ങൾ അതിലെ ശാഖകളാ. നിങ്ങൾക്ക് ജയിക്കണോ? ഒറ്റ കാര്യം, ഞാനാകുന്ന മുന്തിരിവള്ളിയിൽ നീ ഒട്ടി നിൽക്കുക. എങ്ങനെ ഒട്ടാം? യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ ഒട്ടാം. യേശുവെ അനുഗമിക്കുന്നതിലൂടെ. സ്തുതിയിലൂടെ അല്ല ഒട്ടുന്നത്. സ്തുതിക്കണം, നല്ലതാ. യേശുവിനെ സ്തുതിച്ചു, നോ ഇഷ്യൂ. കാരണം സർവ്വപ്രപഞ്ചത്തിൻ്റെയും രാജാവാ. ഹല്ലേലൂയ. അതിലൂടെയല്ല ഒട്ടുന്നത്, യേശുവെ അനുഗമിക്കുന്നതിലൂടെ. അനുഗമനത്തിൽ സഹനമുണ്ട്. തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം, നാൾ തോറും യേശുവിൻ്റെ പുറകെ പോകണം. ഇതിലൂടെയാണ് ശാഖയായ നമ്മൾ യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ ഒട്ടുന്നത്. മുന്തിരിവള്ളിയിൽ നിന്നല്ല ആരംഭിക്കുന്നത്,
പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ പിതാവ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ആരംഭം പിതാവിൽ നിന്നാണ്. രണ്ടാം ആരംഭമാണ് ക്രിസ്തുവിൽ. മുന്തിരിവള്ളിയുടെ വേര് ആ വെള്ളം വലിച്ചെടുക്കുന്നു, നമ്മളിലേക്ക് തരുന്നു. അങ്ങനെ നമ്മൾ ഫലം കായ്ക്കാനിടയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയമകനെ, പ്രിയമകളെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആയിരിക്കുന്നെങ്കിലും, നിന്റെ ഈ ലോകം എന്ന് പറയുന്നത് ധാരാളം വിഷയങ്ങൾ, പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഈ ലോകം എന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്ത് വേണം നമ്മൾ ഫലം കായ്ക്കാൻ. ഹല്ലേലൂയ. ഫലം കായ്ക്കണമെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ട് നിൽക്കണം മുന്തിരിവള്ളിയിലൂടെ. എങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഫലം കായ്ക്കണം? ചുമ്മാ പറയാതെ ദൈവത്തോടൊന്ന് പറയോ, എനിക്കും ഫലം കായ്ക്കണം. ഇതാണ് ഫലം കായ്ക്കാനുള്ള മെത്തേഡ്. ഈ ത്രിയേക പ്രവർത്തനം പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. അത് നമുക്ക് ഫലം തരാനായിട്ട് ഇടയാകും. ദിവസം എഴുന്നേക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവനെ സമർപ്പിക്കാം. നമ്മളുടെ ID എക്സർസൈസ് ചെയ്യുക. നമ്മളുടേതായ ID എക്സർസൈസ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കാണുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ സ്വയമേ ചലിക്കുകയല്ല, എന്നെ ചലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ സ്വയമേ ചലിക്കുകയല്ല, എന്നെ ചലിപ്പിക്കുകയാണ്. അപ്പോൾ വ്യക്തമായി ഈ കാര്യം പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയുക. ഇത്രയും നാൾ ഞാൻ സ്വയമേ ചലിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ദൈവത്തോട് ഭക്തരായവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങ് തന്നാ മതി, ശരിയാക്കിയാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അങ്ങെന്നെ ചലിപ്പിക്കുക. ഹല്ലേലൂയ. ആ കാളവണ്ടിയുടെ പുറത്തിരിക്കുന്ന ആ നയിക്കുന്ന വ്യക്തി ആ കാളയെ മൂവ് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ മൂവ് ചെയ്യിപ്പിക്കും. ഏത് ഇടത്തേക്ക് തിരിയേണ്ട വരുമ്പോൾ അത് കാളയെ ഇടത്തേക്ക് തിരിയിപ്പിക്കും. വലത്തോട്ട് തിരിയേണ്ട വരുമ്പോൾ വലത്തോട്ട് തിരിയിപ്പിക്കും. നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം ഒരല്പസമയങ്ങളേ ഉള്ളൂ. ഒരല്പസമയമേ നമ്മുടെ ജീവിതം ഈ ഭൂമിയിലുള്ളൂ. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ കണ്ണുകളെ അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഓൺലൈനിലായിരിക്കുന്ന വ്യക്തികൾ, ഇത് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ദൈവസന്നദ്ധിയിൽ ദൈവത്താൽ ചലിപ്പിക്കപ്പെടുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ദൈവത്താൽ ചലിപ്പിക്കപ്പെടുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ലോർഡ്, ഐ ലവ് യു. വാസ്തവമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. നിന്റെ ട്രൂ ഐഡന്റിറ്റി തിരിച്ചറിയുക. പുതിയ സൃഷ്ടിയിലെ ഐഡന്റിറ്റി, അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനായ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മകനായി ജനിക്കപ്പെട്ട വ്യക്തിയാണ് നീ. നിന്നെ തന്നെ ഒന്ന് കണ്ടാട്ടെ. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിന്നെ തന്നെ ഒന്ന് കണ്ടാട്ടെ. ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് നീ ഒന്ന് കണ്ടാട്ടെ. ആ ശരീരത്തിൻ്റെ പുറകിലെ തലയായി സ്വർഗസ്ഥ പിതാവ് നിൽക്കുന്നതെന്ന് കണ്ടാട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഓ ജീസസ്. മോനെ, മോളെ, നിന്നെ തന്നെ നീ ഒന്ന് കണ്ടാട്ടെ. താങ്ക് യു ഹെവൻലി ഫാദർ. താങ്ക് യു. ആത്മാർത്ഥതയോടെ നിന്റെ വിഷയങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ ഒരു മലയായി നിൽക്കാതെ നിന്റെ ദൈവത്തെ അതിനേക്കാൾ വലിയതായി ഒന്ന് കണ്ടാട്ടെ. സർവപ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ ദൈവം, ഹോളി ഗോഡ്,
നിന്റെ അപ്പനാണെന്ന് നീ ഒന്ന് കണ്ടാട്ടെ. ഹോളി സ്പിരിറ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നീ നിന്നെ തന്നെ കാണുമ്പോൾ, അപ്പൻ്റെ ശരീരത്തിൽ ഒരു ഭാഗമായി നീ തീരുമ്പോൾ, അപ്പനിൽ നിന്ന് ആ ജീവജലത്തിന് നദി നിന്നിലേക്ക് ഒഴുകുന്നത് നീ ഒന്ന് കണ്ടാട്ടെ. ഹൃദയം കൊണ്ട് നീയാകുന്ന അവയവത്തിലേക്ക് ആ നദി വരുന്നതെന്ന് കണ്ടാട്ടെ. നിന്നിലൂടെ അത് പുറത്തിറങ്ങുന്നതെന്ന് കണ്ടാട്ടെ. യേശു ക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് നിന്നിൽ നിന്ന് ഒഴുകട്ടെ. നിന്നിൽ നിന്ന് ഒഴുകണമെങ്കിൽ അത് ആദ്യം അപ്പനിൽ നിന്ന് ക്രിസ്തുവിലൂടെ നിന്നിലെത്തണം. താങ്ക് യു. ആ നദി നിന്നിലൂടെ പുറത്തേക്ക് ഒഴുകുമ്പോൾ നിന്റെ ജീവിതത്തിൽ മരണമടഞ്ഞു കിടക്കുന്ന പല മേഖലകളിലും ജീവൻ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. ആ നദി കടന്നു ചെല്ലുന്ന സകല മേഖലകളിലും ചലിക്കുന്നതെല്ലാം ജീവൻ പ്രാപിക്കും. ചലിക്കുന്നതെല്ലാം ജീവൻ പ്രാപിക്കും. മോനെ മോളെ, നിന്റെ കടഭാരത്തിന്റെ വിഷയം, നിന്റെ ഭവനത്തിന്റെ വിഷയം, മറ്റു ജീവിതത്തിലുള്ള സകലത്തിൻ്റെയും സകല വിഷയങ്ങളും ക്രിസ്തുയേശുവിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. നിന്റെ രോഗത്തിന്റെ വിഷയം ക്രിസ്തുയേശുവിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ കരം കാണുവാൻ, ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങയുടെ ആ ബോഡിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തിത്വങ്ങളും ഹോളിൽ ഓൺലൈനിലായിരിക്കുന്നവർ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് വരെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് മാറി ആ ലോ ഓഫ് ദ സ്പിരിറ്റിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അതിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സമർപ്പിക്കപ്പെടുന്ന മക്കൾക്കായി സ്തോത്രം. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹോളിലും ഓൺലൈനിലും വിവിധ വിഷയങ്ങളുമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട എല്ലാ മക്കളും അവരുടെ ഐഡിയ ഒന്ന് തിരിച്ചറിയുവാൻ, ഞാൻ ആരാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ക്രിസ്തുയേശുവിലൂടെയുള്ള മകനാണ് ഞാൻ. ഇനി പ്രപഞ്ചം വാഴാൻ പോകുന്ന ആ ഗവൺമെന്റിലെ ഒരു ഭരണാധികാരിയാണ് ഞാൻ. യെസ്, ഓ ലോർഡ്, ഐ ലവ് യു. ചെറിയ ആട്ടുകുട്ടമേ, ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. തന്നെ തന്നെ ഒന്ന് കണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. കരങ്ങൾ ഉയരട്ടെ, സമർപ്പിച്ചാട്ടെ. സ്വകീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും അങ്ങ് സംസാരിച്ച വചനപ്രകാരം ഭൂമിയിലെ മരിക്കുന്ന കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ഈ മക്കൾ ഓരോരുത്തരെയും അങ്ങ് ക്ഷണിച്ചതിനാലും വീണ്ടും ജനിപ്പിച്ചതിനാലും നന്ദിയോടെ സ്തോത്രം. ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പ്രവർത്തിപ്പാൻ കൊടുത്ത ആഹ്വാനത്തിനായും അതിനായി അങ്ങ് പറഞ്ഞു കൊടുത്ത വചന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ക്രിസ്തുയേശുവിൽ അങ്ങയുടെ ആത്മാവിന്റെ കരം ഇവരുടെ എല്ലാ വിഷയങ്ങളുടെ മേൽ സ്പർശിക്കപ്പെടുവാനിടയാകട്ടെ. ആള് മാറിയ തലത്തിലേക്ക് ഇവർ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകട്ടെ.
ഇവരിലൂടെ ആത്മാവിന്റെ നദി പുറത്തേക്ക് ഇറങ്ങുവാൻ ഇടയാകട്ടെ. അനേകർക്ക് ഇവരുടെ അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ. അതിനായി ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഈ മക്കളെ മൂടട്ടെ. ദൈവത്തിന്റെ തേജസ് ഈ മക്കളെ മൂടട്ടെ. ഈ മക്കൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അതിനായി ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും പഴയതുപോലെ ആകുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ സഹായം കടന്നു വരികയാ. നിങ്ങളുടെ പല വിഷയങ്ങളുടെ മേലും ഇതാ ദൈവത്തിന്റെ പരിഹാരം കടന്നു വരികയാണ്. നിങ്ങളുടെ മനസ്സിലെ പഴയ ചിന്തകൾ അപ്രത്യക്ഷമാവുകയാണ്. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയാണ്. ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയാണ്. യെസ്, ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങുകയാ. താങ്ക് യു അപ്പാ. അങ്ങയുടെ ആത്മാവിന്റെ കരം മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ സമാധാനം ഇവരിൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ ജീവൻ ഇവരെ സ്പർശിക്കുന്നതിനായി നന്ദി. ഇവരെ വ്യാപരിച്ച പല മരണങ്ങൾ വിട്ടുപോകുന്നതിനായി നന്ദി. ഇവരുടെ ഹൃദയത്തെ തളർത്തുന്ന പല ചിന്തകളോ ഭാരങ്ങളോ ഇപ്പോൾ ഇവരെ വിട്ടുപോകുന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ നന്ദി. അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി. കടഭാരങ്ങളാൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേല് ദൈവത്തിന്റെ കരം കടന്നു വരികയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കുടുംബ ഭാരങ്ങളാൽ വലയുന്ന ഈ മക്കളുടെ മേല് ദൈവത്തിന്റെ കരം കടന്നു വരികയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ നല്ല പിതാവേ നന്ദി. ശരീരത്തിലെ രോഗങ്ങളാൽ വലയുന്ന ഏത് മക്കളായാലും, അത് ഹോളിലാകട്ടെ, ഈ ശബ്ദ കാഴ്ചപരതയിലാകട്ടെ, അവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടിപ്പുണരാ ദൈവം ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഇപ്പോൾ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സൗഖ്യം അവിടെ സംഭവിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയ നല്ല പിതാവേ, മക്കളെ ഇവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, ഇവരുടെ മാനസിക മണ്ഡലങ്ങളിൽ ഇവരെ തളർത്തുന്ന എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇതിന്റെ സകല ഭാരവും എന്റെ മേലിട്ടുകൊള്ളുവേ, ഞാൻ നിങ്ങൾക്ക് കരുതുമെന്നുള്ള വചനപ്രകാരം ദൈവം കരുതിയിരിക്കുന്ന ഈ മക്കൾക്ക് ലഭ്യമാകട്ടെ. ആത്മമണ്ഡലത്തിൽ ആരെങ്കിലും വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ ദൈവ രാജ്യത്തെ വീണ്ടും ജനിക്കുക അവർ കൃപയുണ്ടാകുവാൻ ഇടയാകട്ടെ പിതാവേ. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും അങ്ങയുടെ കൃപ ഈ മക്കളുടെ മേലുണ്ടാകുമാറാകട്ടെ. സർവമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ ആത്മവ്യാപാരത്തിനായി നന്ദി കർത്താവേ. ഇതുവരെ ആത്മസ്പർശനം അനുഭവിക്കാത്ത ദൈവത്തിന്റെ മക്കളുടെ മേല് അവർ ഒന്ന് ആഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ സമൃദ്ധി ഇവിടെയുണ്ട്. നിന്നെ സ്പർശിക്കുവാൻ തക്കവണ്ണോ ദൈവത്തിന്റെ ആത്മാവിന്റെ സമൃദ്ധി ഇവിടെയുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ സ്പർശനം എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ലഭിക്കാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്പർശിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊടുകയാ. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രിയമകനെ പ്രിയമകളെ നിന്നെ സ്പർശിക്കുക. നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിൽ യാത്രയാവുകയാണ്. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇതാ ഞാൻ യാത്രയാകുകയാണ്. ഈ ഒരു ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമകനെ പ്രിയമകളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ പാട്ട് പാടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരാം. ഈ പാട്ട് ഇവിടെ പാടുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് മുൻപിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ഇതൊരു യാത്രയാ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്രയാവുകയാ. ഇതൊരു യഥാർത്ഥ ആത്മീക ഈ യാത്ര എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആരാധന കൂട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. ഇതൊരാത്മീക യാത്രയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിനുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. ആ ജഡ കുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്കുള്ള യാത്രയാണ്.